ഇന്ന് നമുക്ക് എം കൊണ്ടൊരു ടോമിനെ വരച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ എം വരച്ചിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് മായ്ച്ചു കൊടുത്തത് ഇതുപോലെ ചെവിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെവിയുടെ ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നടുവത്തെ ആ എമ്മിൻ്റെ ഭാഗം മായ്ച്ച് കളയുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ എം കൊണ്ടൊരു എന്തെങ്കിലും വരയ്ക്കുമെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് കണ്ടു. അപ്പം ഞാനൊന്ന് തട്ടിക്കൂട്ടി ഒന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഞാൻ വരയ്ക്കാമെന്ന്. എല്ലാവരുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ലേ? എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും പല ടൈപ്പാണല്ലോ വോയിസ് എന്ന്. ശരിയാണേ, ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് ഓരോ സ്ഥലത്ത് നിന്നിട്ടാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വരച്ചത് ഇന്നലെ വരച്ചതാണ്. ഇന്നലെ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വിചാരിക്കാൻ കുറേ ദിവസമായില്ലേ വരച്ചിട്ട്, ഇന്ന് എന്തായാലും വരച്ച് കളയാമെന്ന്. വരച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ടൈമായേ. പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല മടിയായേ. പിന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്യണം എന്നുള്ള ചൂടൊക്കെ ഒന്ന് വന്നത്. ഇന്നലെ കുറച്ച് ടൈം എടുത്ത് വരച്ചിട്ട് ഇന്നും കൂടി ഞാൻ പോസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ? അത് വിചാരിച്ച് രാവിലെ തന്നെ ഹോസ്റ്റലിൻ്റെ മുകളിൽ വരയ്ക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ നിറച്ചും കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ കുറച്ച് വോയിസ് ഓവർ ഹോസ്റ്റലിൽ നിന്ന് ചെയ്തിട്ട് ബാക്കി ഞാൻ ക്ലാസ്സിലിരുന്നിട്ടാണ് ചെയ്യണത്. അതാണ് വോയിസിൻ്റെ ഡിഫറൻസ് വരുന്നത്. എന്നെക്കൊണ്ട് ഞാൻ ഫസ്റ്റ് ടോമോനെ മാത്രം വരയ്ക്കാനാണ് വിചാരിച്ചത്. പിന്നെ ജെറി ഇല്ലാണ്ട് എന്ത് ടോമല്ലേ എന്ന് കരുതി ഞാൻ ജെറീനെ കൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാമല്ലേ? കുറച്ചൊക്കെ അതുപോലെ തന്നെ തോന്നുന്നുണ്ടല്ലേ? ടോം ആൻഡ് ജെറി അതൊരു വികാരം തന്നെയാണല്ലേ? ഇപ്പോൾ എത്ര കാർട്ടൂൺസ് നല്ലത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ടോം ആൻഡ് ജെറിനെ വെല്ലാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാനിവിടെ ചെവിക്ക് പിങ്കിൽ കുറച്ചുകൂടെ വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ജെറിയുടെയും ടോമിൻ്റെയും ചെവിക്കും ടോമിൻ്റെ നാവിനൊക്കെ ഞാൻ പിങ്ക് കൊടുത്തു. പിന്നെ ടോമിൻ്റെ കളർ ഉണ്ടാക്കാൻ കുറച്ചങ്ങോട്ട് ബുദ്ധിമുട്ടി. ഫസ്റ്റ് ഞാൻ ബ്ലൂയിൽ വൈറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. അത്ര ഒന്നും ശരിയായിട്ടില്ല. അത് ഞാൻ കുറച്ച് ലൈറ്റായിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ അതിലേക്ക് കുറച്ചുകൂടെ ബ്ലാക്കൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ ടോമിൻ്റെ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഈ കളറൊക്കെ മിക്സ് ചെയ്തൊന്ന് അടിച്ച് വരുമ്പോഴാണ് ഞാൻ വരച്ചതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചിന്തിപ്പോയത്. ഫസ്റ്റ് കണ്ടപ്പോൾ സങ്കടം തോന്നി, എന്നാലും അതൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ മാറിയത്. അതൊക്കെ കുറച്ചുകൂടെ ലൈറ്റ് ആകാൻ സഹായിച്ചിട്ടുണ്ട്. ജെറിക്കും പിന്നെ ഞാൻ കുറച്ച് ലൈറ്റായിട്ടും പിന്നെ ബാക്കി ഭാഗം ഡാർക്കായിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ ടോം ആൻഡ് ജെറി? അടിപൊളിയല്ലേ? കറക്റ്റ് അതുപോലെ ആയിട്ടില്ലെങ്കിലും ഏതോ ഒരു കാർട്ടൂണിൽ ടോം ആൻഡ് ജെറിനെ പോലെയൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ ബൈ ബൈ.